ഹായ് എവരിവൺ, AKR ബേസ് ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ സെറ്റ് 4 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെറ്റിലും 50 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചിലപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അതങ്ങ് ഉറച്ചു നിൽക്കും, പിന്നെ അത് ഒരിക്കലും മറന്നു പോകുന്നില്ല. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ, അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങളെ മനസ്സിലങ്ങ് ഉറച്ചിരിക്കും. നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴായാലും ജസ്റ്റ് ഫോൺ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനും ആൻസറും മൈൻഡിലങ്ങ് ഉറച്ചു നിൽക്കും, പിന്നെ ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കരിവെള്ളൂർ സമരം നടന്നത് എന്ന്? 1946. കരിവെള്ളൂർ സമരം നടന്നത് 1946. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചതാര്? സി അച്യുതമേനോൻ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുതമേനോൻ. ശരി അല്ലാത്ത ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയല്ല. 1, 3, 4 ശരിയല്ല. മൂന്നാമത്തെ ജോഡി മാത്രമാണ് ശരി. കോട്ട, റാവു, തുലാറാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ്? ഹക്കീം അജ്മൽ ഖാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. മര്യാദ എന്ന പത്രം ആരുടേതാണ്? മദൻ മോഹൻ മാളവ്യ. മര്യാദ എന്ന പത്രം ആരുടേതാണ്? മദൻ മോഹൻ മാളവ്യ. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കാനായി മിഖായൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന ഭരണപരിഷ്കാരം? പെരിസ്ട്രോയിക്ക. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കാനായി മിഖായൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന ഭരണപരിഷ്കാരം പെരിസ്ട്രോയിക്ക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ BL മിത്തറിന് പകരമായി വന്നതാര്? N മാധവറാവു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ BL മിത്തറിന് പകരമായി വന്നത് N മാധവറാവു. ഭൗമസൂചിക പദവി ലഭിച്ച കടക്നാഥ് കോഴി ഇറച്ചി ഏതു സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? മധ്യപ്രദേശ്. ഭൗമസൂചിക പദവി ലഭിച്ച കടക്നാഥ് കോഴി ഇറച്ചി ഏതു സംസ്ഥാനത്ത് നിന്നുള്ളതാണ്? മധ്യപ്രദേശ്. ഗംഗയുടെ പോഷക നദികളിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏത്? കോസി. ഗംഗയുടെ പോഷക നദികളിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കോസി. സിയാലിന്റെ ചെയർമാൻ ആര്? കേരള മുഖ്യമന്ത്രി. സിയാലിന്റെ ചെയർമാൻ ആര്? കേരള മുഖ്യമന്ത്രി. താഴെ തന്നിട്ടുള്ളവയിൽ ഏതിന്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യാത്തത്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ഏതിന്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യാത്തത്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ സെപ്റ്റംബർ മുതൽ നവംബർ തെറ്റായ പ്രസ്താവനയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത് എന്ന്? 2010 ഓഗസ്റ്റ് 26. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത് 2010 ഓഗസ്റ്റ് 26. കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. എയും സിയും കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. കേരള സിവിൽ സർവീസ് ഉദ്യോഗത്തിനായി ശുപാർശ ചെയ്യുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരള സിവിൽ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കേരള ഗവൺമെൻറ് ആണ്.
കേരള സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം. കേരള ഗവൺമെൻറ് സർവൻസ് കണ്ടക്ട് റൂൾ 1960. കേരള സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം കേരള ഗവൺമെൻറ് സർവൻസ് കണ്ടക്ട് റൂൾസ് 1960. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി അറിയപ്പെടുന്നത് ശ്രേണീപരമായ സംഘാടനം. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി അറിയപ്പെടുന്നത് ശ്രേണീപരമായ സംഘാടനം. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പഴയ സിനഗോഗ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏത്? മട്ടാഞ്ചേരി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പഴയ സിനഗോഗ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം മട്ടാഞ്ചേരി. പെരിനാട് സർവ്വസമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നത് എന്ന്? 1915. പെരിനാട് സർവ്വസമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നത് 1915. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. 2 പ്രസ്താവനകളും ശരിയാണ്. ഫയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നത് സ്വദേശാഭിമാനി പത്രത്തിന്റെ മുഖക്കുറിപ്പാണ്. തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാരിയാണ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 48. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48. കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് എന്ന്? 1962. കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് 1962. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷമോ 65 വയസ്സോ ആണ്. അംഗങ്ങൾ വീണ്ടും തൽസ്ഥാനത്തേക്ക് നിയമിക്കപ്പെടാൻ യോഗ്യരല്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറേതിന് തുല്യമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര്? ആൻസർ ഓപ്ഷൻ സി. രാജ്യസഭ ചെയർമാൻ. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് രാജ്യസഭ ചെയർമാൻ. ദേശീയ പട്ടികജാതി അംഗങ്ങളുടെ കാലാവധി എത്ര? 3 വർഷം. ദേശീയ പട്ടികജാതി അംഗങ്ങളുടെ കാലാവധി 3 വർഷം. ഹിന്ദു മാരേജ് ആക്ട് പാസ്സാക്കിയത് എന്ന്? 1955. ഹിന്ദു മാരേജ് ആക്ട് പാസ്സാക്കിയത് എന്ന്? 1955. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടിയായി പരിഗണിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ്? 18. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടിയായി പരിഗണിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ്? 18. പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവാര്? MD വാസുദേവൻ നായർ. പ്രഥമ കേരള ജ്യോതി പുരസ്കാര ജേതാവ് MD വാസുദേവൻ നായർ. നിർമായ കർമ്മണ ശ്രീ എന്നതു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു സർവകലാശാലയുടെ ആപ്തവാക്യമാണ്? കാലിക്കറ്റ് സർവകലാശാല. നിർമായ കർമ്മണ ശ്രീ എന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു സർവകലാശാലയുടെ ആപ്തവാക്യമാണ്? കാലിക്കറ്റ് സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ സ്വച്ഛ് സുജൽ പ്രദേശ് ആയി കേന്ദ്ര ജൽശക്തി വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പ്രഖ്യാപിച്ചത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ ആദ്യ സ്വച്ഛ് സുജൽ പ്രദേശായി കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പ്രഖ്യാപിച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യ പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ ഏതു രാജ്യത്തു നിന്ന് വാങ്ങി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്? ഇസ്രയേൽ. ഇന്ത്യ പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ ഏതു രാജ്യത്തു നിന്ന് വാങ്ങി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്? ഇസ്രയേൽ.
2022 44ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദി ഇന്ത്യയിൽ എവിടെയായിരുന്നു? മഹാബലിപുരം. 2022 44ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദി എവിടെയായിരുന്നു? മഹാബലിപുരം. പ്രഥമ കേരളപ്രഭ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? എം.ബി. പരമേശ്വരൻ. പ്രഥമ കേരളപ്രഭ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്തത് എം.ബി. പരമേശ്വരൻ. 27ാമത് IFFK പുരസ്കാരങ്ങളിൽ മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ച സിനിമ? ആർട്ടിക്കിൾ 19(1)(a). 27ാമത് IFFK പുരസ്കാരങ്ങളിൽ മികച്ച മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ച സിനിമ? ആർട്ടിക്കിൾ 19(1)(a). 2020 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത്? ആശ പരേഖ്. 2020 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആശ പരേഖ്. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത്? വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് വജ്രം. ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം സോഡിയമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറച്ച് കാണപ്പെടുന്ന ലോഹം മഗ്നീഷ്യമാണ്. ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? ഗോൾഡ് 198. ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഗോൾഡ് 198. ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം? ഇന്റർഫറൻസ്. ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം ഇന്റർഫറൻസ്. ദൂരേക്കെറിയുന്ന ഒരു കല്ലിന്റെ ചലനം ഏതുതരം ചലനമാണ്? വക്രരേഖാ ചലനം. ദൂരേക്കെറിയുന്ന ഒരു കല്ലിന്റെ ചലനം ഏതുതരം ചലനമാണ്? വക്രരേഖാ ചലനം. ഒരു മാക് നമ്പർ 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു മാക് നമ്പർ 340 മീറ്റർ പെർ സെക്കൻഡ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്തേണ്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടുത്തേണ്ടത് കത്രിക, സോപ്പ്, പഞ്ഞി. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏത്? പാൻക്രിയാസ്. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. അൾഷിമേഴ്സിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. 1ഉം 3ഉം കറക്റ്റാണ്. അൾഷിമേഴ്സിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്: ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക, കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക. ജീവകം എച്ച് എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ജീവകം B7. ജീവകം എച്ച് എന്നറിയപ്പെടുന്ന ജീവകം B7. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ദ വാണ്ട്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ദാദാഭായ് നവറോജി. ദ വാണ്ട്സ് ആൻഡ് മീൻസ് ഓഫ് ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ദാദാഭായ് നവറോജി. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല? തൃശൂർ. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല തൃശൂർ. ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശം. ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശം. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എ. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം എ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് സിവിൽ പോലീസ് ഓഫീസർ എക്സാമിനെ ഭാഗമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
50 ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻ സെറ്റ് 4 ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു 50 ക്വസ്റ്റ്യൻസോടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.